കുന്നിടിക്കുന്നതിനെ തുടർന്ന് കലക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ സ്ഥലത്തെ ചെങ്കൽക്കെട്ടാണ് തകർന്നത്. 100 മീറ്റർ നീളത്തിൽ കെട്ടിയ ചെങ്കൽക്കെട്ട് പൂർണ്ണമായും തകർന്നു. കുന്നിനു താഴത്തെ വീടിനു സമീപത്ത് വരെ കല്ലുകൾ തെറിച്ചു വീണിട്ടുണ്ട്. അല്ല, ഇത് ആദ്യം മൊത്തം മരമൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. പിന്നെ ഇവിടെ മണ്ണിളക്കി കിണറിൻ്റെ പണിയൊക്കെ എടുത്ത് അങ്ങനെ ആ മണ്ണൊക്കെ അവിടെ കൂട്ടിയിട്ട് ആ മണ്ണൊന്നിച്ച് ഇറങ്ങി വരികയാണ്. ഇപ്പോൾ ഇളകിയ മണ്ണുകളൊക്കെ അവിടെ കിടക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് താമസിക്കാൻ. ഇപ്പോൾ കല്ലും മണ്ണുമൊക്കെ അവിടെ ഇളകി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കണം. ശക്തമായ മഴ പെയ്താൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് സമീപവാസികൾ. ഇനിയും ഇതേ രീതിയിലുള്ള മഴ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീടുകൾക്കൊക്കെ ഇതിൻ്റെ ഫലം ഉണ്ടാകും. വളരെ ഭയാനകമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ല, ഇടിഞ്ഞ സ്ഥലങ്ങളൊക്കെ ആ രീതിയിലുള്ള ഇനി കുത്തൊലിച്ച് അതിൻ്റെ മണ്ണ് ഒലിച്ച് പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, അലുംബിലാക്കൽ ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനാണ് ഇതിൻ്റെ തൊട്ട മേത്തലുള്ളത്. അതുവരെ ഇതിൻ്റെ ഇതിൽ തകർന്നു പോകാൻ സാധ്യത ഉണ്ട്. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും സ്ഥലം സന്ദർശിക്കാനെത്തിയത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി. മീഡിയ 1 കോഴിക്കോട്.